അമ്മേ ശരണം. ഓം നമഃശിവായ. തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും പ്രസിദ്ധവുമായ ഒരു ആരാധനാലയമാണ് കൈപ്പറമ്പ് കാവ് ഭഗവതി ക്ഷേത്രം. ശ്രീ ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ. പടിഞ്ഞാറ് ദർശനമായി ഭഗവതി വാഴുന്നു. ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും വൈദിക ആചാരങ്ങളോടുകൂടി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരൻ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ ശ്രേഷ്ഠവും മുഖ്യവുമായ കാർമ്മികത്വത്തിൽ 2026 ജൂലൈ 8 മുതൽ 15 വരെ, കൊല്ലവർഷം 1201, മിഥുനം 24 മുതൽ 31 കൂടി നടക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കൈപ്പറമ്പ് ശിവക്ഷേത്രത്തിൽ 2026 ജൂലൈ 8 മുതൽ 13 വരെ, 1201 മിഥുനം 24 മുതൽ 29 വരെ ദ്രവ്യകലശവും നടക്കുന്നു. 2026 ജൂലൈ 13 തിങ്കളാഴ്ച മഹാദേവന് കാലത്ത് 8:30 ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മകലശം നടത്തുന്നു. ഈ ബ്രഹ്മകലശത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ദേവനാമത്തിൽ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. 2026 ജൂലൈ 15, 1201 മിഥുനം 31 ബുധനാഴ്ച, ഉദയാൽപരം 6:55 7:21 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ പൂയം നക്ഷത്രത്തിൽ പുനർനിർമ്മിച്ച ശ്രീകോവിലിൽ ശ്രീ ഭഗവതിയെ പ്രതിഷ്ഠിക്കുന്നു. ഉത്തരായനകാലം ദേവന്മാർ ഉണർന്നിരിക്കുന്ന, ഉല്ലാസമായിരിക്കുന്ന, സന്തോഷം പകരുന്ന കാലമാണ്. ആ ഉത്തരായന കാലത്തിൻ്റെ അവസാന പാദത്തിലാണ് ഭഗവതിക്ക് പ്രതിഷ്ഠയോടുകൂടിയ നവീകരണ കലശം നടക്കുന്നത് എന്നത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങൾക്കും അമ്മയുടെ കരുണാകൃപ കടാക്ഷം ചൊരിയുന്നൊരു നിമിഷം കൂടിയാണ് ഈ നവീകരണ കലശ ദിനം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അമ്മയുടെ ഈ നവീകരണ കലശ പ്രതിഷ്ഠയിൽ ഒത്തുചേരാം. അങ്ങനെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദവും ആഹ്ലാദവും പരിധിയില്ലാത്തത്ര ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളേവരുടെയും മന ധനപരമായ സഹായ സഹകരണ സാന്നിധ്യങ്ങളോടുകൂടിയ ഈ ഒരു നവീകരണ കലശത്തിലേക്കുള്ള നിങ്ങളുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ കലശത്തിലേക്ക്, ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലേക്കും സാദരം ഭക്ത്യാദരവോടെ ദേവീനാമത്തിൽ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അമ്മേ ശരണം. ഓം നമഃശിവായ. കൈപ്പറമ്പ് കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശം 2026 ജൂലൈ 8 മുതൽ 15 വരെ, കൊല്ലവർഷം 1201, മിഥുനം 24 മുതൽ 31 വരെ. സർവാധരണീയ ഭക്തസജ്ജന മാനസങ്ങൾക്ക് അമ്മയുടെ സവിധത്തിലേക്ക് സ്വാഗതം.